നമ്മൾ ഇപ്പം ഞാനൊരാളെ കുറ്റം പറയുമ്പോൾ അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കണം. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ അത് ആലോചിച്ചിട്ട് ഞാൻ പറയാറും ചെയ്യാറുള്ളൂ. കാരണം ഒരാൾക്ക് വേദനയോ കാര്യങ്ങളോ നമ്മൾ അനുഭവിക്കുന്നത് അത് നമ്മൾ പറഞ്ഞതിൻ്റെ തെറ്റാണ്. ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിച്ച് സന്തോഷം കാണുന്ന ഒരു പരിപാടിയല്ല ഇത്. ലൈഫ് അല്ല, അത് വിട്ട് കഴിഞ്ഞു. അല്ല, അതാണ് ഏറ്റവും ഞാൻ അങ്ങോട്ട് പോകുന്ന ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഒരു പ്രണയ വിവാഹം അറേഞ്ച് മാരേജ് നമ്മൾ കുറേ വ്യത്യാസങ്ങളുണ്ട്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്നല്ല. അതായത് ഉപ്പും മുളകും ഇല്ലാത്ത അടുക്കളയില്ല, ഉപ്പും മുളകും ഇല്ലാത്ത സോഷ്യൽ മീഡിയ ഇല്ല. കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഉപ്പും മുളകിലുള്ള ഒരു ഫാമിലി ഈ ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ രാത്രി ഒരു വീഡിയോ ഇട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, ആ റിയാക്ട് ചെയ്യേണ്ട റീസൺ എന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് കല്യാണമാകുമ്പോൾ ഡെഫിനറ്റ്ലി മറുഭാഗത്ത് പാല് കാച്ചൽ വേണം എന്നുള്ളത് പഴയ നമ്മൾ കണ്ടാണല്ലോ അല്ലേ. ടൈലർ അംബുജാക്ഷം പറഞ്ഞിട്ടുണ്ടല്ലോ, കല്യാണം പാല് കാച്ചൽ കല്യാണം, ഇത് മാറി മാറി കാണിക്കണം എന്ന് പറഞ്ഞ മാതിരി അവിടെ കല്യാണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാല് കാച്ചൽ ആവശ്യം. അവിടെ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത് ഓടിപ്പോയിട്ടുള്ള ആ കുട്ടി നന്ദൂസ് വ്ളോഗ്, അതിലൂടെ അവരുടെ അച്ഛൻ വന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം തരക്കമില്ലാത്ത രീതിയിൽ ആ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി, ഒരു സംഭാവന നമ്മുടെ ഭാഗത്തുനിന്ന് വേണമല്ലോ എന്നുള്ള കണ്ടീഷനിൽ ഭാര്യയും ഭർത്താവും കൂടി വന്നിരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ വീഡിയോൻ്റെ റിയാക്ഷൻ ഇതാണ്. ഫസ്റ്റ് തന്നെ വീഡിയോയിൽ കിടക്കുന്നതിന് ഒരു കാര്യം പറയട്ടെ, ഇത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റിന് നമ്മുടെ ഒപ്പീനിയൻ പറയുന്ന ഒരു ചെറിയൊരു സെഗ്മെൻ്റല്ല ഇത്. അങ്ങനത്തെ ഒരു വീഡിയോ ആണിത്. ഒന്നും കൂടി സീരിയസ് ടോപ്പിക്സ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മെയിൻ ചാനൽ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ റിക്വസ്റ്റാണ്, വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ദയവ് ഇത് ഈ ടൈപ്പ് ഓഫ് കോണ്ടന്റ് ഇഷ്ടപ്പെടുന്നവർ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക, ലൈക്ക് അടിച്ചിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇവർക്ക് പറയാനുള്ളത് നോക്കാൻ. അടിസ്ഥാനപരമായിട്ട് ഇവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഇവർക്ക് അസൂയില്ല, മറ്റൊരു നന്നാവണേനും ഇവർക്ക് പ്രോബ്ലം ഇല്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് നല്ല രീതിയിൽ. പക്ഷേ ഇവരുടെ സംസാരത്തിൽ നിന്ന് കംപ്ലീറ്റായിട്ട് വളരെ ക്ലിയർ എവിഡൻ്റായിട്ട് മനസ്സിലാവുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള അസൂയല്ല, സ്വന്തം കൂടപ്പറപ്പ് നിന്നാണ്. നാട്ടുകാരാണെങ്കിൽ പിന്നെയും തിരക്കടില്ല, സ്വന്തം കൂടപ്പറപ്പിന് നല്ലൊരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതിൽ എവിടേക്കോ ഒരു സംഗതി പിടിക്കാത്ത സംഭവമുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു Q&A പേരിലാണ് ഭാര്യയും ഭർത്താവും വന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ കമൻറ്റ് ബോക്സ് നോക്കുന്ന സമയത്ത് കാര്യമായിട്ടൊന്നും കാണാനില്ല. എനിക്ക് തോന്നുന്നു 10-38 കമൻറ്റേ ഉള്ളൂ. ഏകദേശം 17,000-80,000 വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് ഒരു 38 കമൻറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, അതിൽ കമൻറ്റ് ബോക്സ് ഓഫ് ആയിരിക്കും. അപ്പോൾ കുറച്ച് പേര് നമുക്ക് ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ അയച്ചിരുന്നു. കാരണം വെച്ചാൽ അവർക്ക് അവരുടെ പറയാനുള്ള അഭിപ്രായങ്ങൾ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കമൻറ്റ് ഓഫാ തോന്നുന്നുണ്ട്. കാരണം അവരങ്ങനെയാണ് പറയുന്നത്, ഇട്ട കമൻറ്റ്സ് കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ബേസിക്കലി വേണ്ട എന്താണെന്നറിയോ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും നല്ല രീതിയിൽ പോകണം. ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ലൈക്ക് നിങ്ങളെ വളർത്തി വലുതാക്കിയിട്ടുള്ള അച്ഛനമ്മമാരെ മറന്നിട്ട് പാടില്ല. ഇവൻ്റെ കേസിൽ ഏറ്റവും ഇവർ ഈ കുട്ടിയും രണ്ടാമത്തെ ഓടിപ്പോയ കുട്ടിയും തമ്മിൽ ഡിഫറൻസ് എന്താ വെച്ചാൽ, ഒരാൾ അതിൻ്റെ അമ്മേനെയും അച്ഛനെയും ഒഴിവാക്കിയെങ്കിൽ ഇവിടെ ഇവൻ ഡിഫറൻസ് അല്ല, ഏകദേശം രണ്ടുപേരെ മാതിരിയാണ്. ഒരാൾ അതായത് ഇളയ കുട്ടി അതിൻ്റെ അച്ഛനും അമ്മയും തട്ടി തെറിപ്പിച്ച് അങ്ങോട്ട് പോയി, ഇത് മറ്റവൻ്റെ അച്ഛനും അമ്മേൻ്റെ അടുത്തേക്ക് പോകാത്ത രീതിയിൽ ഇവനെ പിടിച്ചു. കാരണം അങ്ങനെ തന്നെ പറയും. കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ വന്നു കയറുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കടമയാണ് ആ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന നമ്മുടെ ബെറ്റർ ഹാഫിൻ്റെ ഫാമിലീനെ, ഒരു അച്ഛനെയും അമ്മേനെയും, അവൻ്റെ ഫാദർ മരിച്ചാണ്, പക്ഷേ അമ്മേനെയും കൂടപ്പുറപ്പുകളൊക്കെ ഒരുമിച്ച് കൂട്ടി കൊണ്ടുനടക്കുക, ഈഗോയും കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് ഒരുമിച്ച് കൂടി ജീവിക്കുക എന്നുള്ളത് ഈ വന്നു കയറുന്ന അല്ലെങ്കിൽ ഈ കൊണ്ടുവരുന്ന ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് പലപ്പോഴും മറന്നിട്ടാണ്. അപ്പോൾ Q&A വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവരോട് ചോദിക്കുന്നൊരു ചോദ്യം ഇത്ര തന്നെ ആയിരിക്കും. ഇത്ര തന്നെയാണ് ഇവരോട് ചോദിച്ചിട്ടുള്ളത്, അച്ഛനും അമ്മയും കൂടെ ഉണ്ടോ എന്നുള്ളത്. ഇല്ല. കാരണം അതിനുള്ള ഉത്തരം ഇവരെന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. കല്യാണത്തിന്റെ അന്ന് ഇതിനെക്കാട്ടി വലിയ ഭൂകമ്പം ഉണ്ടായതാ. ഇതൊന്നും ഒന്നുമല്ല അല്ലേ, ഇതൊന്നും ഒന്നല്ല സത്യം പറഞ്ഞു. ഇതിനെക്കാട്ടി വലിയ ഭൂകമ്പം ഉണ്ടായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പൊ ഈ ഭയങ്കര ക്രെഡിറ്റ് ആയിട്ടാണ് പറയുന്നത്, ഭയങ്കര ക്രെഡിറ്റാണ്. എനിക്കിതാണ് മനസ്സിലാവാത്തത്. ചില ആൾക്കാർ അവരോട് കാര്യങ്ങൾ വിളിച്ച് പറയുന്ന സമയത്ത് സ്വന്തം പല്ല് കുത്തി മണപ്പിക്കുന്ന ആ ഒരു സംഗതിനെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കണമെന്ന സമയത്താണ്. അതായത് പഴയ കേസിലേക്ക് നമ്മൾ പോകുന്നില്ല, എങ്ങനെയാണ് ഇവർ രണ്ടാളും ഒന്നിച്ചെന്നുള്ളത് എല്ലാം സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട്. ആ ഫസ്റ്റ് പയ്യൻ്റെ സംഭവം, അന്ന് നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും, പിന്നെ പോരാത്തതിന് ഇവരെ പറ്റിയൊക്കെ ഇവരുടെ ഈ ഉപ്പുമുളകിൽ അവരെ അമ്മ പറഞ്ഞ ഡയലോഗുകളൊക്കെ ഈശ്വര ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ രണ്ടാമത് എടുത്തിടുന്നില്ല, എടുത്തിടുന്നതിൽ പോയിൻ്റ് ഇല്ല.
ഇടിമിന്നൽ മഴയും കൊണ്ടിട്ട് ചാറൽ മഴ പെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഓടിച്ചിരിക്കുന്ന പരിപാടി ഞങ്ങൾക്ക് ഞാൻ വെള്ളം ആരും ഓപ്പൺ ആയിട്ടാണ് അത് ആ സ്പീഡിൽ തന്നെ ഞങ്ങൾ പോകുന്നത്. പേടിച്ചിരിക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മറ്റുള്ളവർ പേടിച്ച് ഒളിച്ച് ഓടിയാണ് മടിയാണെന്ന് താങ്കില്ല. അങ്ങനത്തെ കേസില്ല. നമുക്ക് അങ്ങനത്തെ ഒന്നും ഓപ്പൺ ആയിട്ട് പറയാനുള്ള നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണമല്ലോ. നമ്മുടെ ഭാഗത്ത് തെറ്റില്ല. ശരിക്കും കമന്റ് ചെയ്തിട്ട് ഇരുന്ന് ചിന്തിച്ചറിയാം ഇതിൽ എനിക്ക് ഒരു തെറ്റും ചെയ്തിട്ട് ഒരു ഉപകാരം. അതാണ് കമന്റ് ഇട്ട ആൾക്കാരൊക്കെ പോയി ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കഴിഞ്ഞ പ്രാവശ്യം ആ ചാറ്റ് ഓക്കെ ഇനി അനിയത്തിയുടെ ഭാവി കണക്കിലാക്കിയിട്ടാണ് നിങ്ങൾ ഈ ഒരു സംഗതി പുറത്തുവിട്ടത്. അപ്പോൾ പറഞ്ഞെങ്കിൽ പുറത്തുവിടല്ല, ആദ്യം തന്നെ വീട്ടുകാരോട് ഇങ്ങനെ ഒരു സംഗതി ഇവൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞതെങ്കിൽ ഓക്കെ മനസ്സിലാക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് അനിയത്തിയുടെ ജീവിതം സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ രണ്ടാമത് ആ ചാറ്റ് പുറത്തു വിട്ടതിന് ഒരു കാരണവശാലും ന്യായീകരിക്കില്ല. ഞാൻ ആ ചാറ്റ് റിയാക്ട് ചെയ്താണ്, വേറെ രീതിയിൽ റിയാക്ട് ചെയ്ത്. പക്ഷേ ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ എത്ര പറഞ്ഞിട്ടുള്ളൂ, ഒരു കാരണവശാലും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത്രയും ഇതിൽ അവർ ആ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത്. ഇതൊക്കെ പുറമെ എന്താ വെച്ചാൽ അല്ല ഇവർ ചെയ്തതെന്നല്ല, ചാറ്റിനേക്കാളും വലിയ സംഭവം എന്താ വെച്ചാൽ ആ ഇവൻ്റെ ആ അച്ഛനും അമ്മേനെയും പറ്റി എന്തൊക്കെയാണ് ആ കുട്ടി പറഞ്ഞതെന്നുള്ള കാര്യം ഇവർ അച്ഛനും അമ്മയും വന്നിരുന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ കൂടെ വളർന്നത് നമ്മൾ കണ്ടതാണ്. നിങ്ങൾക്ക് അസൂയ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുന്നവരെ ഒരു ഇപ്പോൾ ഞാൻ പല കാര്യങ്ങളും പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും എനിക്കൊന്നും ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ പ്രേക്ഷകരാണ് കുറേ ആൾക്കാർ വിലയിരുത്തുന്നത്. നിങ്ങളെ വീഡിയോസ് കാണുന്നവർ ഇതെല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള അസൂയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നല്ല രീതിയിൽ അച്ഛൻ വന്നിട്ട് അവരുടെ കല്യാണ പരിപാടിയും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് നിങ്ങൾ പറയാതെ പറഞ്ഞുകൊണ്ട് ഈ ഒരു സംഗതി നിങ്ങൾ സമർത്ഥിക്കാൻ വരുന്നത്. ഞങ്ങൾക്ക് അസൂയ ഇല്ല 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 ഇത് പറയുന്ന സമയത്ത് റിപ്പീറ്റായിട്ട് പറയുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് എവിഡൻ്റ് ആയിട്ട് മനസ്സിലാവുന്ന സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. എനിക്ക് പലരോട് അസൂയ തോന്നേണ്ടത്. എൻ്റെ ചോദ്യം അത്രയേ ഉള്ളൂ. എന്ത് കാര്യത്തിനാണ്? വീട് കണ്ടിട്ടാണോ, അല്ലെ എഡ്യൂക്കേഷൻ കണ്ടിട്ടാണോ, സൗകര്യം കണ്ടിട്ടാണോ? പലർക്കും പല രീതിയിലാവും. ഇതാണ് ഇവൻ്റെ ഈ വർത്തമാനത്തിൽ തന്നെ വളരെ ക്ലിയർ ആയി. വലിയ വീട് കണ്ടിട്ടാണോ, എഡ്യൂക്കേഷൻ കണ്ടിട്ടാണോ, ഫാമിലി കണ്ടിട്ടാണോ, ഇത് ഉള്ളിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇപ്പം ഈ ഒരു കാര്യം പറയുന്നത്. അല്ലേ പൃഥ്വിരാജ് കോടികളുടെ സിനിമയൊക്കെ ഉണ്ട്. എനിക്ക് അയച്ചിട്ട് പൃഥ്വിരാജിന് ഇഷ്ടമല്ലാതെയാവോ? ഞാൻ പറഞ്ഞാൽ ലൈഫിൽ പലരും പല രീതിയിലാണ്. അത് എനിക്ക് ഓക്കെ ആണ് വിശ്വസിക്കുന്നത്. അത് എന്താ പറയാ മറ്റുള്ളവർ അതാണ് അതിൽ എനിക്ക് അസൂയ പറഞ്ഞത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കൺഗ്രാറ്റ്സ് പറയേണ്ടത് കൺഗ്രാറ്റ്സ് പറയും, സോറി പറയേണ്ടത് സോറി പറയും, ദേഷ്യം പറയേണ്ടത് ദേഷ്യം പറഞ്ഞ എന്നാൽ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സോറി പറയേണ്ട അടുത്ത് സോറി പറയുക, കൺഗ്രാറ്റ്സ് എന്താണോ തോന്നുന്നത് വെച്ചാൽ പോയി ചെന്നിട്ട് കോംപ്രമൈസ് ചെയ്യാൻ. കാരണം ഇവിടുന്ന് പോയതൊരു കൂടപ്പുറപ്പാണെന്നുള്ളതും അതിനെ തിരിച്ചിവിടേക്ക് കൊണ്ടുവരണം എന്നുള്ളതും മനസ്സിലാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈഗോയും കാര്യങ്ങളും വിട്ടിട്ട് ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ച് പുറത്ത് മുന്നോട്ട് പോകേണ്ടത്. ഇതെന്താ അറിയോ, അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇടാനുള്ള ടോപ്പിക് ഉണ്ടായിരിക്കില്ല. എന്തുകൊണ്ടാണ് ഈ പറയുന്നത് വീഡിയോസ് ലാസ്റ്റ് കാണുന്ന സമയത്ത് മനസ്സിലാവും. അയ്യോ ഞാൻ അത് വേണം, കൃത്യമായിട്ട് കൊടുക്കണം. അങ്ങനെ മറുപടി കൊടുക്കണം സോഷ്യൽ മീഡിയയിൽ കൂടി, നല്ല ശരിയാവുള്ളൂ. അതിന് മറ്റൊരുത്തിനൊന്നും മറുപടി പറയില്ല. അവർ അത്യാവശ്യം അവരവരുടെ ലൈഫായിട്ട്, കാരണം അവർക്ക് അത്യാവശ്യം അവരവരുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് വ്യൂസ് ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അൾട്ടിമേറ്റ്ലി വ്യൂസ് മുഖ്യം പിടിക്കില്ലേ അല്ലേ? പൊട്ടന്മാരാണോ അറിയാത്തോണ്ട് ചോദിക്കണേ? നമ്മുടെ ലൈഫ് ഭയങ്കര പരാജയമായിട്ട് തോന്നുമായിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആ ടൈമത്തെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വർഗത്തിലാണ്. ഞാൻ എപ്പോഴും പറയുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഒരു മാസം കാലഘട്ടം ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഈ പെൺകുട്ടി ചിലപ്പോൾ സ്വർഗത്തിലായിരിക്കും. കാരണം അതിൻ്റെ അച്ഛനും അമ്മയുണ്ട്, കുട്ടിയുണ്ട്, ഈ ചങ്ങായിയും കൂടെ ഉണ്ട്. പക്ഷെ ഇവൻ്റെ കാര്യം ഞാനൊന്ന് ആലോചിച്ച് നോക്കാം. ഇതിനെയും വളർത്തി വലുതാക്കിയിട്ടുള്ളൊരു കുടുംബം അവിടെ ഉണ്ടല്ലോ. അപ്പൻ പോയി ഒരു അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പം ആ ഒരു സിറ്റുവേഷൻ അത് പ്രശ്നമല്ല, അത് വിഷയമല്ല ഇവിടെ. പൊന്നു മക്കളെ, നിങ്ങൾ വന്ന വഴി ആലോചിക്കാതിരിക്കുക നല്ലത്, പറയാതിരിക്കാൻ വയ്യ. എന്ത് വഴി കൂടെയാണ് നിങ്ങൾ വന്നതെന്നുള്ളത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന സംഭവമുള്ളൂ. ഷെബിന് ഫാമിലിയുടെ ഒട്ടും കോണ്ടാക്ട് ഇല്ലേ? അവരുടെ അടുത്ത് പോകാറുണ്ടോ? അഭിമാനപൂരിതമാകണം അന്തരംഗം, അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് കാണിക്കുന്ന സമയത്ത് മനസ്സിലായി. ഞാൻ അങ്ങനെ പറയല്ല കേട്ടോ, കുട്ടികളൊന്നും നിങ്ങളോട് കാണിക്കാതിരിക്കട്ടെ. അവനവൻ്റെ മക്കൾ കഴിഞ്ഞിട്ട് അച്ഛനും അമ്മേനെ ഒഴിവാക്കിയിട്ട് ഒരു പെണ്ണിനെ കണ്ട സമയത്ത് എൻ്റെ കൂടെ പോകുമ്പോൾ അപ്പം ഉണ്ടാവുന്ന ആ മനോവിഷമം ഉണ്ടല്ലോ, ഇത് ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും ആയിട്ടുള്ള ഈ ഇഷ്യൂ എന്താണ്? നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ
മാറും. ഞാൻ പറഞ്ഞിട്ടെ, നമ്മളെ സത്യാവസ്ഥ മറിച്ചിട്ട് മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്നത് ശരിയല്ല. സത്യാവസ്ഥ ഞങ്ങളുടെ വീഡിയോയിൽ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് കൂടുതൽ ആള് എന്താ സ്നേഹത്തോടെ മെസ്സേജ് ആണെങ്കിലും അതിൽ വീണ്ടും ഒരു അടിക്കുള്ള ചാൻസ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കമന്റ് വായിക്കാതിരുന്നൂടെ? ഈ കമന്റിലൂടെ നിങ്ങൾ അടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ കമന്റ് വായിക്കാതിരുന്നൂടെ? ഇവര് റെഫർ ചെയ്യുന്ന രണ്ടാമത്തെ കുട്ടീനോടാണ്, നന്ദുവിനോടാണ് കേട്ടോ. ക്ലിയർ വായിക്കാൻ ഞാൻ എന്താ വെച്ചാൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞങ്ങൾ സത്യസ് ഞങ്ങൾ വീഡിയോയിലൂടെ പറയാം. അപ്പൊ ഏകദേശം കുറഞ്ഞിട്ട് നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യും. ഇതിൽ കൂടുതലും ഞാൻ പറയാൻ കഴിയാത്ത പേരുള്ളതുകൊണ്ടാണ് ഞാനത് ക്ലിയർ ആയിട്ട് വായിക്കുന്നത്. ഞാൻ പറയാമല്ലോ, എന്റെ സത്യാവസ്ഥ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പറയുക മാത്രമല്ല, ചെയ്യും ചെയ്തു. ചാറ്റും പുറത്തു വിട്ടു. അതായത് ആ 2 പേരുകൾ ഉള്ളത് കൊണ്ടാണ്. ആ 2 പേര് പറഞ്ഞിട്ട് ഒന്ന് അവൻ്റെ സഹോദരി എന്നുള്ളത് മനസ്സിലാക്കണം. ആ 2 പേരുകൾ ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയാത്തത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കമൻറ്റ് ഒഴിവാക്കാലോ, ഈ ഒരു ചോദ്യം തന്നെ ഒഴിവാക്കാലോ. അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോഴേ നമുക്ക് കോൺട്രവേഴ്സി വരുള്ളൂ. അങ്ങനെ പറഞ്ഞൂടാ. അടുത്തതിൽ 2 പേരുകൾ നമുക്ക് പറയാൻ പറ്റാത്ത പേര് പറഞ്ഞാൽ അനിയത്തിയും ഭർത്താവും. അടിപൊളി. പിന്നെ 2 പേര് നിങ്ങൾക്ക് കൊണ്ട് വായിക്കാൻ പറ്റും. നിങ്ങളോട് ഇത്ര വൈകിക്കും. നിങ്ങൾക്ക് ആദ്യമേ അവരുടെ കാര്യത്തിൽ ഇരുന്നോടെ. എടോ, അവരവരെ പരിപാടി നോക്കി മുന്നോട്ട് പോവാ. നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടി നോക്കി മുന്നോട്ട് പോയിക്കൂടെ? പക്ഷെ അങ്ങനെ പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ നമുക്ക് കോണ്ടന്റ് ഉണ്ടാവില്ലല്ലോ അല്ലേ? നമുക്ക് വ്യൂസ് വേണ്ടേ? ഞങ്ങൾ വണ്ടിക്കൊണ്ട് ഈ വെച്ചിട്ട് ഒരാളെന്നോട് കഥകൾ പറയുമ്പോൾ നമ്മൾ കേൾക്കും. നമ്മുടെ സമയത്ത് നമ്മൾ കേൾക്കുന്നു എന്നേ ഉള്ളൂ. അല്ലെ ഞാനായിട്ട് ഒരാൾ ഇടപെടാനോ ഇതിപ്പോ എന്തായാലും ചോദിക്കാനോ നിൽക്കാറില്ല. സത്യം പറഞ്ഞ ഇവന്റെ പണ്ടത്തെ കഥകൾ പോലും ഇവനെ പ്ലേ എന്നോട് പറയാനല്ല ഞാൻ ചോദിക്കാറില്ല. ഞാൻ ഒന്നിലേക്ക് ഇടപെടേണ്ട ഒരാളല്ല. സത്യം നേരമില്ല. നമ്മളെ മണ്ടയ്ക്ക് തനിയെ കുട്ടികളെ ഈ നേരമില്ലാത്ത നേരത്തെ എന്തിനാ അതിനൊക്കെ മെനക്കെടുന്നത്? നിങ്ങൾക്ക് നേരമില്ല ജീവിതത്തിൽ, നിങ്ങൾക്ക് ഇതിനൊന്നും താല്പര്യമില്ല. പിന്നെ എന്തിനു തേങ്ങയ്ക്ക് ഞങ്ങൾ ഈ ക്യാമറ വെച്ച് മുന്നിൽ നിന്നിരിക്കുന്നത്? പ്രേക്ഷകരെ ഉദ്ദേശിച്ചിട്ടാണോ? അവർ ബുദ്ധിമുട്ടെന്ന് വിചാരിച്ചിട്ടാണോ? അവർക്ക് ഇതില്ലെങ്കിൽ മുന്നോട്ട് ചലിക്കാൻ പറ്റില്ല എന്നുള്ളത് ചിന്തിച്ചിട്ടാണോ? നാളത്തെ ദിവസം അത് നാളെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ ഒരുപാട് അതെന്തെങ്കിലും സ്വപ്നം കണ്ടില്ലായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ചിന്തിക്കളവില്ല. കാരണം എനിക്ക് നഷ്ടപ്പെടും. അതാണ് സംഭവം. നാളത്തെ ഒരു ദിവസം അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവനെ നഷ്ടപ്പെടും. നാളത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ കുട്ടിയുടെ കല്യാണം തീരുമാനിച്ചിട്ടുള്ള ഡേറ്റ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവരിനോട് സംസാരിച്ചാണ്. പക്ഷേ എനിക്ക് അന്നും ഇന്നും ഉത്തരം കിട്ടാത്ത ഒറ്റ കാര്യം മാത്രമാണ്, എന്തിനാണ് അവരിപ്പോഴും അങ്ങോട്ട് പോയത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല. അവർക്കൊരു എന്തോ ഒരു സംഭവം ഇവർ അവിടെ ഒളിക്കുന്നുണ്ട്. മേ ബി അത് വ്യൂസ് അല്ലാതായിക്കൂടാ ഇല്ല. പക്ഷെ എന്താണെങ്കിലും ആ അച്ഛൻ്റെയും അമ്മേൻ്റെയും കാര്യം ആലോചിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാണെന്നുള്ളത് ഞാൻ അതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് മതി. നമ്മുടെ ഫാമിലി കൂടെ ഉണ്ട്, സ്നേഹിച്ച ആളും കൂടെ ഉണ്ട്. ആ ചങ്ങായിക്ക് കുടുംബമുണ്ടോ കൂടുണ്ടോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അതാണ് കറക്റ്റ്. ഒരു ദിവസത്തെ വിഷമം കണ്ടില്ലെങ്കിൽ എനിക്ക് എല്ലാ ഇതിലും നഷ്ടപ്പെട്ടു. അപ്പൊ ഇനി സ്വന്തം കൂടപ്പുറപ്പ് നഷ്ടപ്പെട്ടാലും അതിന്റെ ജീവിതം എന്ത് തേങ്ങയായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭർത്താവ് കൂടെ ഉണ്ടല്ലോ, അതന്നെയല്ലേ വേണ്ടൂ അല്ലേ? ഇത്ര വിഷമം വരാൻ കാരണം അതാണ്. കാരണം എല്ലാം ചെയ്തു. ഒരു ഭാഗത്ത് മൂല്യമെങ്കിലും ഒരു ദിവസം ചിന്തിച്ചിട്ടുണ്ടാവും. കുറച്ച് പ്രശ്നം ഉണ്ടായപ്പോ ഈ കേസ് മൂല്യം ഒരു മൈൻഡിലെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷെ വ്യക്തിരസിലിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് അവര് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന കേസ് ഉണ്ടായപ്പോ അതിൻ്റെ ഒരു വിഷമം. ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഇപ്പൊ 2 ദിവസം മുന്നാണ് നമ്മൾ ഈ ഡേറ്റ് അറിഞ്ഞത്. അപ്പൊ അതിന്റെ വിഷമം നമ്മൾ ഇപ്പോഴും പറയാൻ രസാ. എന്താ ഇപ്പൊ ഡ്രസ് എടുത്ത് കഴിക്കാം. ഇനി എപ്പോഴും കഴിക്കും. ഇത് കുറച്ചേരം അങ്ങനെ മൂവിയിലിരിക്കും. എന്താ ചെറിയ ഇതൊക്കെ സ്വന്തമായിട്ട് ആ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് പറഞ്ഞാൽ പോരെ? അതിന് കല്യാണത്തിന്റെ ഡേറ്റ് അടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ വീട്ടിൽ ഡിസ്കസ് വിഷമിക്കാന്ന് പറഞ്ഞിട്ട് കരയാണ്. ഇതൊക്കെ വീട്ടിലിരുന്ന് പറഞ്ഞാൽ പോലെ. ഇതൊക്കെ അറിയാൻ താല്പര്യമുള്ളവരുണ്ടാവൂലേ? ഉണ്ടാവുമായിരിക്കില്ലേ? പൊന്നു മരിച്ചെന്നാണ് അച്ഛൻ. ഞാൻ വിളിച്ചോടി പോയപ്പോ പെൺകുട്ടി എന്താണെന്ന് മനസ്സിലായി. അതായത് പൊന്നു ഒളിച്ചോടി പോയ സമയത്ത് മരിച്ചു എന്നുള്ളത് നമ്മൾ പറഞ്ഞു വന്നു പറഞ്ഞത്. എന്നാൽ എനിക്ക് ഉദ്ദേശിച്ചത് ആനടിന്ന് ഉദ്ദേശിച്ചില്ല. ഇപ്പോൾ പൊന്നും പുണ്യാളത്തിയായി. പുണ്യാളത്തി ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇന്നും ഞാൻ എന്റെ വീട്ടില് അന്ന് എന്റെ അച്ഛൻ നമുക്ക് ഇത്രയും വിഷമം വരാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ്. പണ്ടൊട്ടേ
ഞാൻ ഫാമിലിയായിട്ട് കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതലല്ല. ഇതും ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു ചെറിയൊരു പോർഷൻ എടുക്കാൻ കാരണം എന്താ അറിയോ, ഇവിടെയും ഇവർ പറയുന്നത് വെച്ചാൽ അന്ന് എനിക്ക് വിഷമം ഉണ്ടാകാൻ കാരണം ഞാൻ എൻ്റെ അച്ഛനും വേണ്ടിയിട്ട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ രണ്ടാമത് പോയതിന് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്തത് കൊണ്ടാണ്. കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇതിൽ കംപ്ലീറ്റ് രണ്ടാമത്തെ ആ കുട്ടീനെ രണ്ടാമത്തെ എല്ലാം കണക്കാട്ടോ വേറെ കഥ, രണ്ടാമത്തേനെ മാക്സിമം കുത്തി പറയുന്ന രീതിയിലാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യം ചേച്ചി വന്നു, ഞാൻ വിളിച്ചോടി കൊണ്ട് വന്നു. അത്രയും നാൾ അവരെ സ്നേഹിച്ച് അവരെ കൂടെ ഉണ്ടായിരുന്ന ഒരു മോൾ പോയൊരു ആ വിഷമത്തിലാണ് അയാൾ പറഞ്ഞത്. അവിടെ അതിന് ശേഷം പണക്കം പറ്റിയപ്പോ അവരെന്റെ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നൊക്കെ. അമ്മയ്ക്ക് അച്ഛനും പണ്ടൊട്ടേ ഇവന് ഇഷ്ടമില്ല. അതൊക്കെ ഇവരെ ഇഷ്ടമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം അവർ അന്ന് വീഡിയോയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കള്ളം കയറിയതിനേക്കാളും ഇപ്പം രണ്ടാമത്തേനെ പറ്റി പറഞ്ഞെന്താ, നിന്നേക്കാളും ഭേദം കള്ളം കയറുകയാണെന്നുള്ളത് അല്ലേ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതും മാറ്റി പറഞ്ഞാൽ നമ്മൾ തന്നെ കാണേണ്ടി വരും. അപ്പൊ നമുക്ക് ഇത് ഇവിടെ അവസാനിപ്പിച്ചാലോ, കാരണം ലെങ്ത് കൂടുതലായി. ഇതിന്റെ ബാക്കി പത്രം നമുക്ക് നാളെ ഇടാം. അതെ, ഇതിൻ്റെ ബാക്കി പത്രം നമ്മൾ നാളെ ഇടാം. കാരണം എന്താ അറിയോ, നാളെ ഇട്ട് കഴിഞ്ഞാലേ അതിൻ്റെയും വ്യൂസ് കിട്ടുള്ളൂ. വ്യൂസ് മുഖ്യം ബിഗിലേ. ഞാൻ ഈ ഒരു ടോപ്പിക്ക് വീണ്ടും ഒന്നുകൂടി പറയട്ടെ. എടുക്കാൾ എന്നുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇവരുടെ കമൻറ്റ് ബോക്സ് ആണ്. കുറച്ച് പേര് നമുക്കിത് ഫോർവേഡ് ചെയ്ത് തന്നിട്ട് പറയും. ബേസിക്കലി ഇതാണ് ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കേസിൽ ഉണ്ടാകുന്നത്. അവരുടെ കമൻറ്റ് ബോക്സ് ഓഫ് ആയതുകൊണ്ട് പല ആൾക്കാർക്കും ഈ വീഡിയോ കണ്ടതിന് ശേഷം അവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കും. ആ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം, എത്രയോ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് ജെന്യൂൻ ഇൻ ദ സെൻസ് ഇവിടെയൊക്കെ വ്ളോഗ് കാണുന്ന ആൾക്കാർ, അപ്പോഴും ഞാൻ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ രീതിയിൽ സംസാരിക്കാനാണെങ്കിൽ ദയവ് ഇത് കാണാതിരിക്കും. യെസ്, അപ്പോൾ ഇതായിരുന്നു അടിസ്ഥാനപരമായിട്ട് അവിടെ കല്യാണം നടക്കുമ്പോൾ ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, അവിടെ കല്യാണം നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു പാലുകാച്ചൽ ആവശ്യമാണ്. അപ്പോൾ അത് പിന്നെ സബ്സ്ക്രൈബേഴ്സിന് മുന്നിൽ വന്നിട്ട് ഈ ഒരു സംഗതി കാണിക്കാനും അതിൽ നിന്ന് കുറച്ച് വ്യൂസും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു Q&A സെഷൻ എന്നും പറഞ്ഞിട്ട്. അത് ക്വസ്റ്റ്യൻസ് ആൾക്കാർ ചോദിക്കുന്നു. ഇതിലേറെ എത്രയോ വലിയ വലിയ കാര്യങ്ങൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാകും. ഇതിനൊന്നും ഉത്തരം ഇല്ലാത്ത ചോദ്യങ്ങൾ, അവർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു പ്രഹസനം, ഒരു ഷോ, അല്ലാതെ വേറൊന്നും ഇതിനെ പറയാനില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.